ഗൈസ് നിങ്ങൾ അറിഞ്ഞോ, പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു. പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ 2 ദിവസമായി നടക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുപാട് സിനിമാ താരങ്ങളാണ് ഇപ്പോൾ അവരുടേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് കെണിയിലായിരിക്കുകയാണ് ഇപ്പോൾ പേളിമാണി. പേളിമാണി അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കുന്ന ആ ഒരു രീതി, ആ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലുള്ള സംസാരം ഇത്തവണയും സംസാരിച്ചു. താൻ സമാധാനപരമായ ഒരു പോരാട്ടത്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും അക്രമാസക്തം ആരുടെ പക്കൽ നിന്നുമായാലും അതിനെ ഞാൻ എതിർക്കുന്നു എന്നൊക്കെയാണ് പേളിയുടെ പോസ്റ്റ്. ഇതാണ് പലരെയും ചൊടിപ്പിച്ചത്. മാത്രമല്ല പേളിമാണിക്കെതിരെ സംസാരിച്ച പലരെയും പേളി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ബ്ലോക്ക് ചെയ്തു എന്നാണ് മറ്റൊരു കാര്യം. പേളി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഏകദേശം 500-ന് മുകളിൽ ആളുകളെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും വളരെ ചെറിയ ചുരുക്കം പേര് മാത്രമാണ് പ്രതികരിച്ചത്. മാത്രമല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പേളിയെ പോലത്തെ വലിയൊരു സെലിബ്രിറ്റി ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് ചിലർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വിമർശനം രൂക്ഷമായതോടുകൂടി പേളി വീണ്ടും മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി. എന്റെ അഭിപ്രായമാണ് താൻ പറഞ്ഞതെന്നും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല എന്നും, മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് ശേഷം പലർക്കും കുരുപൊട്ടി എന്ന രീതിയിലാണ് പേളിയുടെ പോസ്റ്റ്. ചിലരൊക്കെ എന്റെ 2 മക്കളെയും, അതായത് സുഖമാണോ അവർക്കൊക്കെ എന്നൊക്കെ രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് അയക്കുന്ന മെസ്സേജ്. പക്ഷേ എന്റെ 2 മക്കളെ പോയിട്ട് എന്നെപ്പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പേളിമാണിയാണ് എന്ന രീതിയിലൊക്കെയാണ് പേളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല തന്റെ ഇഷ്ടനിറം സാഫ്രോൺ ആണ് എന്നുകൂടി പറഞ്ഞപ്പോൾ BJP അനുകൂലിക്കുകയും ED വീട്ടിൽ വരുമെന്നുള്ള പേടി കൊണ്ടാണ് പേളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത്. എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.